അക്വേറിയം ക്ലീനിങ് ആൻഡ് വാട്ടർ ചേഞ്ചിങ് ഒരു തലവേദനയാണോ? ശരിക്കും അക്വേറിയം സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ ഫിഷ് ടാങ്കിലെ ഫിഷിന് മുഴുവൻ വേറൊരു ടാങ്കിലേക്ക് മാറ്റണം. അതിനുശേഷം ഗ്ലാസ് ക്ലീൻ ചെയ്യണം, വാട്ടർ ഫില്ല് ചെയ്യണം, വാട്ടർ റിമൂവ് ചെയ്യണം. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഫിഷിനെ എല്ലാം പിടിച്ച് വീണ്ടും നമ്മുടെ ടാങ്കിലേക്ക് ഇടണം. ഇത് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു വർക്കാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ടാങ്ക് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെയൊന്നും അല്ല. ഫിഷ് ടാങ്കിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നും വാട്ടർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എഡ്ജു ടൈൽസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഫിഷിനെ ഒന്ന് മൂവ് ചെയ്യാതെ തന്നെ ക്ലിയർ ആയിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാനും വാട്ടർ ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അതുപോലെ എന്തിനു വേണ്ടിയാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെ ചേഞ്ച് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വാട്ടർ റിമൂവ് ചെയ്യുന്നത്? ശരിക്കും ഈ വാട്ടർ റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഈ ഫിൽട്രേഷൻ ചെയ്യുന്ന സമയത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയ ടാങ്കിലെ അമോണിയത്തിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷേ ഈ നൈട്രേറ്റ് ഒരളവിൽ കൂടി കഴിഞ്ഞാൽ അത് ടാങ്കിൽ പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയും ടാങ്ക് നല്ല ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വാട്ടർ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വാട്ടർ ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി വീക്ക് 10% മാറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് അറിയാം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ, ഇത് നമ്മൾ നമ്മുടെ ഓവർ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ, നമ്മുടെ ട്രോപ്പിക്കൽ അക്വേറിയാണ് കേട്ടോ, പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയും എക്സ്ട്രാ വരുന്നതിനെയൊക്കെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ എടുത്ത് മാറ്റി കളയാൻ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ബെഡിൽ വരുന്ന പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ അത് മുഴുവൻ സ്പ്രെഡ് ആകണം. നമ്മുടെ ടാങ്കിൽ അതൊന്ന് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാട്ടർ ക്ലീനിങ്, വാട്ടർ ചേഞ്ചിങ്, അതായത് 10% ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ വർക്ക് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വീക്ക് ഈ ഒരു ടാങ്കിൻ്റെ മെയിൻ്റനൻസും ക്ലീനിങ്ങിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവറി 2 വീക്സ് നമ്മൾ ഒരു 25% വാട്ടർ റിമൂവ് ചെയ്യും. എന്നിട്ട് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വെക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ ഫിഷ് ടാങ്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഒരു 4 ആഴ്ച കൂടുമ്പോഴാണ് ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ ടാങ്കിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കണ്ടു തുടങ്ങി. അതിനുശേഷം അറിയാവുന്ന ആളുകളൊക്കെ സംസാരിച്ച് കുറേ റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഫോർട്ട്നൈറ്റ്ലി എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ടാങ്ക് നല്ല രീതിയിൽ ക്ലിയർ ആയി. അതുപോലെ ഹസ്ബൻഡ് ഇതുപോലെ ടാങ്കിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ടാങ്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇത് വെച്ച് നമ്മൾ നമ്മുടെ ഗ്ലാസ് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. ഇതിന് വേണ്ടി നമ്മൾ ഫിഷിനെ മാറ്റുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഫിഷിന് യാതൊരു പേടിയില്ല കേട്ടോ അതിനെ. അങ്ങനെ ആ ഒരു എക്യുപ്മെൻറ്റ് വെച്ച് നമ്മുടെ ഗ്ലാസ്സിൽ, കാരണം നമ്മുടെ ഗ്ലാസ്സിൽ ആൽഗയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ പായൽ പോലെ നമുക്കൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്ലാസ് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഗ്ലാസ് നന്നായിട്ട് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മുടെ ടാങ്കിൽ നമ്മൾ ആൽഗേറ്ററിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നമ്മുടെ ആ ഒരു നമ്മുടെ ടാങ്കിൻ്റെ ഗ്ലാസ്സിലും അവിടേക്കുള്ള പായലൊക്കെ ആൽഗനെല്ലാം റിമൂവ് ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ സൈഫൺ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ചേഞ്ച് ചെയ്യാനും, അതുപോലെ തന്നെ ഇതിൻ്റെ പേര് അക്വാ ഗ്രാവൽ ക്ലീനർ എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈഫൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് വെച്ച് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഗ്രാവലും ആ ബേസിലുള്ള കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഈ ടാങ്കിൽ ഫിഷിൻ്റെ വേസ്റ്റും അതുമൊക്കെ നമ്മുടെ ഈ ഗ്രൗണ്ട് ലെവലിലാണ് അടിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ സൈഫൺ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാവൽ കൂടി നമുക്ക് നഷ്ടപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങൾ ഈയിടെയാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ വേസ്റ്റൊക്കെ പോവുകയും നമ്മുടെ ടാങ്ക് ക്ലിയർ ആക്കുകയും നമ്മുടെ ടാങ്കിൻ്റെ ആ ഒരു നല്ല സൈക്കിള് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും. ഇത് കണ്ടോ, നമ്മൾ വാട്ടർ ഏകദേശം ഒക്കെ ക്ലീൻ ചെയ്ത് ഒരു 20-25% നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സൈഫൺ വഴി നമ്മൾ വാട്ടർ പുറത്തേക്ക് കളയും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഹോസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഹോസ് നമ്മൾ പുറത്തേക്ക് ഇത് പോകാനുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് കണക്ട് ചെയ്യാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നല്ല രീതിയിൽ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള വേസ്റ്റിനെയൊക്കെ അത് സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്ടർ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അതായത് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈപ്പിലുള്ള, നമ്മുടെ മിക്ക വീടുകളിലും പൈപ്പിലുള്ള വാട്ടർ ആയിരിക്കും നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡീക്ലോറിനേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ക്ലോറിൻ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ക്ലോറിൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിനൊക്കെ അത് കേടാണ്, അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡീക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. അത് എല്ലാ സ്റ്റോറുകളും തന്നെ കിട്ടും.
അത് നമ്മൾ ഈ ടാങ്കിലേക്ക് അതിൻ്റെ എമൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ അത് ഇതിലേക്ക് ഇവിടെ നമുക്ക് എന്താ പറയുമല്ലോ ആ ഒരു ബോട്ടിലിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഓരോ ടാങ്കിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ അതിൻ്റെ എത്രയാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ആ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഡീക്ലോറിനേഷൻ നടക്കുകയും നമ്മുടെ ടാങ്കിലുള്ള ഫിഷുകൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫിഷ് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ ആ ഒരു ഹോസിലേക്ക് ആ സൈഫൺ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് വാട്ടർ ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ അത് പുറത്തേക്ക് പൊക്കോളും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിൽറ്റർ ഓഫ് ചെയ്യണം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ഈ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ ഓഫ് ചെയ്യുക മാത്രമല്ല, നന്നായിട്ട് അത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ഫിൽറ്ററിലേക്ക് വെക്കണം. കണ്ടോ നോക്കി, നമ്മുടെ ഫിൽറ്റർ എന്തുമാത്രം ഡേർട്ടി ആയിരുന്നു, ഇപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടോ, അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് കണ്ടോ നോക്കി, നല്ല രീതിയിൽ അത് ക്ലീനായി. അതിന് ശേഷം നമ്മളത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ഫിൽറ്ററിന് നമ്മുടെ ടാങ്കിൻ്റെ ഫിൽറ്ററിൽ കൊണ്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ ആ ടാങ്കിൻ്റെ ഫിൽറ്റർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അത് കണ്ടോ, ടാങ്കിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്ന ഭാഗമാണ്, അവിടേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. അവിടെ പ്ലേസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ആ ടോപ്പ് വ്യൂ കണ്ടോ, നമ്മുടെ പ്ലാന്റ്സ് എല്ലാമാണ് നമ്മുടെ അക്വേറിയത്തിൽ കണ്ടോ, ഓക്കെ കേട്ടോ. അതുപോലെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നതൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ പ്രോഡക്റ്റ് കണ്ടോ, ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രൈം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഏത് ടാങ്കിന് എത്രത്തോളം ഉപയോഗിക്കണം. അപ്പോൾ അതിനെ ഡീക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ നമ്മുടെ വാട്ടർ നമ്മുടെ ടാങ്കിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഡയറക്റ്റ് വാട്ടറിൻ്റെ പ്രഷർ ടാങ്കിലേക്ക് വന്ന് ടാങ്ക് കലങ്ങാതിരിക്കാനും അതുപോലെ തന്നെ ആ ഒരു നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കണ്ടെയ്നർ അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉണ്ടോ, നമ്മളിങ്ങനെ ആ ഒരു വാട്ടർ അധികം പ്രഷറൊന്നും ടാങ്കിൽ കൊടുക്കാതെ നമ്മൾ ഒഴിക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് ഏകദേശം നമ്മുടെ വാട്ടർ ഫില്ല് ചെയ്യാറായി. നമ്മുടെ ആ ടാങ്കിൻ്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വാട്ടർ മുഴുവൻ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ച് പിടിച്ചതിന് ശേഷമുള്ള നമ്മൾ ആ ക്ലീനിങ്ങും വാട്ടർ ചേഞ്ചിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പിക്ചറാണ് കേട്ടോ. ഇപ്പം നോക്കി, എന്ത് നല്ല ക്ലിയർ ആയിട്ട് ക്രിസ്റ്റലായിട്ടാണ് ആ വാട്ടർ നിൽക്കുന്നത് നോക്കി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുപോലെ തന്നെ വാട്ടർ ക്ലീനിങ് സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ഒരു വാട്ടർ ചേഞ്ചിങ്ങും ക്ലിയറിങ്ങും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.